Hallelujah. Hallelujah. What a great joy it is to be in the presence of the Lord. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണ്. Surely in His presence there is fullness of joy. കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ സമ്പൂർണ്ണതയുണ്ട്. Hallelujah. 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 Even for this morning's meditation, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി let us turn our Bibles to 2 Corinthians chapter 6 verse 16 we shall read. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 16-ാം വചനം നമുക്ക് പഠിക്കാം. And what agreement has the temple of God with idols? For you are the temple of the living God, as God has said, I will dwell in them and walk among them, and I will be their God, and they shall be my people. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജന? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് തിരുവചനം പറയുന്നു. Hallelujah. ഹല്ലേലൂയ. Here the scriptures say, ഇവിടെ തിരുവചനം ഇങ്ങനെ പറയുന്നു, the Lord says, I will dwell in them and walk among them. ദൈവം ഇവിടെ പറയുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും എന്ന് തിരുവചനം പറയുന്നു. The desire of the Lord is that He wants to dwell in you and walk with you. തിരുവചനം ദൈവത്തിന്റെ ആഗ്രഹമായി ഇവിടെ പറയുന്നത്, ദൈവം തൻ്റെ വിശ്വാസികളുടെ ഇടയിൽ നടക്കുകയും അവരിൽ വസിക്കുകയും ആഗ്രഹിക്കുന്നു. More than we are desirous to walk with God, He is more desirous. നാം കർത്താവിൻ്റെ ഒപ്പം നടക്കുന്നതിനെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കർത്താവ് നമ്മുടെ ഒപ്പം നടക്കുന്നതിനെ ആഗ്രഹിക്കുന്നു എന്നിവിടെ പറയുന്നു. Many times we think, oh, I want to walk with God, I want to talk with God, I want to feel His presence, I want to feel His power, I want to be filled with His Holy Spirit, but God seems to be far away from me. പക്ഷേ പല സമയങ്ങളിലും നമ്മൾ പറയാറുണ്ട്, എനിക്ക് ദൈവത്തിനോട് നടക്കാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിനോട് വസിക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവം എന്നെ വിട്ട് വളരെ ദൂരത്തിലാണല്ലോ നിൽക്കുന്നതെന്ന് പല സമയങ്ങളിലും നമ്മൾ പറയാറുണ്ട്. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, the truth is God is more desirous to walk with you. പക്ഷേ സത്യം എന്തെന്നാൽ കർത്താവ് നിങ്ങളെക്കാൾ നിങ്ങളോടൊപ്പം നടക്കുന്നത് അത് അവൻ ആഗ്രഹിക്കുന്നു. നാം വിരുമ്പുവதை വിட அவர் நம்மோடு கூட உலாவி நடக்க வேண்டும் என்று அவர் விரும்புகிறார். Hallelujah. Hallelujah. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, that is why God created mankind. അതുകൊണ്ടാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. God made man after his own image and after his own likeness. അതുകൊണ്ടാണ് കർത്താവ് തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചത്. Genesis 3 and verse 8 when you read, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ, in the cool of the day the Lord walked with Adam and Eve. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം അവരുടെ മധ്യേ തോട്ടത്തിൽ നടക്കുന്നു. He walked with Adam and Eve. ആദമോടും ഹവ്വയോടും ദൈവം നടക്കുന്ന ഒരു കാഴ്ച. So in the beginning God loved to walk with Adam and Eve. ആദ്യകാലത്തിൽ ദൈവത്തിന് ആദമോടും ഹവ്വയോടും നടക്കുന്നത് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. But after Adam and Eve fell from grace, പക്ഷെ ആദമും ഹവ്വയും അവരുടെ കൃപ അത് നഷ്ടപ്പെടുത്തിയപ്പോൾ God made other friends also. കർത്താവിന് മറ്റു ചില സുഹൃത്തുക്കൾ വന്നു. Genesis 5 and verse 24 says, ഉൽപ്പത്തി 5-ാം അധ്യായത്തിന്റെ 24-ാം വചനം പറയുന്നു, Enoch walked with God. ഹാനോക്ക് ദൈവത്തിനോടൊപ്പം നടന്നു എന്ന് തിരുവചനം പറയുന്നു. Genesis chapter 6 and verse 9 says, ഉൽപ്പത്തി 6-ാം അധ്യായത്തിന്റെ 9-ാം വചനം പറയുന്നു, Noah he walked with God. നോഹ ദൈവത്തിനോട് കൂടെ നടന്നു. James chapter 2 and verse 23 says, യാക്കോബ് 2-ാം അധ്യായത്തിന്റെ 23-ാം വചനം പറയുന്നു, Abraham walked with God, he was known as the friend of God. അബ്രഹാം ദൈവത്തിനോട് നടന്നു, ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന നാമം പ്രാപിച്ചു. Exodus chapter 3 and verse 11 says, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാം വചനം പറയുന്നു, Moses was known as the friend of God. God would speak to Moses as a friend would talk to another friend. മോശ കർത്താവിന്റെ സ്നേഹിതൻ എന്നാണ് അറിയപ്പെട്ടത്. മോശ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെയാണ്
കർത്താവിനോട് സംസാരിച്ചത്. And what is the surprising fact here is, ഇതിൽ അത്ഭുതകരമായ വിഷയം എന്തെന്നാൽ all these men of God who walked with God, who were as a friend of God, they were coming from various backgrounds. കർത്താവിനോടൊപ്പം നടന്ന കർത്താവിൻ്റെ സ്നേഹിതന്മാർ എന്ന് അറിയപ്പെട്ട ഇവർ എല്ലാവരും വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ്. Enoch and Noah were agriculturists. ഹാനോക്കും നോഹയും കൃഷിക്കാരായി ജീവിച്ചവരാണ്. Abraham was a shepherd. അബ്രഹാം ഒരു ഇടയനാണ്. Moses was highly qualified, educated man, the prince of Egypt. മോശ ഒരുപാട് വിദ്യാഭ്യാസങ്ങൾ പ്രാപിച്ച മിസ്രയീമിന്റെ രാജകുമാരനാണ്. But yet God had fellowship with these men, even though their backgrounds were, diverse. എന്നാൽ ഇവരെല്ലാവരും വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ ഇരുന്ന് വരുമ്പോൾ കർത്താവ് ഇവർ എല്ലാവരെയും തൻ്റെ സ്നേഹിതനായാണ് കണ്ടത്. It was diverse. வித்தியாசமான பின்னணியிலிருந்து அவர்கள் வந்திருந்தாலும் தேவன் அவர்களோடு கூட நடந்தார், சஞ்சரித்தார், ஒரு ஐக்கியம் வைத்திருந்ததை வேதத்தில் காண முடியும். Even more surprising is, ഇതിനെക്കാട്ടിലും ആശ്ചര്യമുള്ള കാര്യം എന്തെന്നാൽ most of these men, with whom God walked, they were married men, they had families. കർത്താവിന്റെ സ്നേഹിതന്മാർ എന്ന് തിരുവചനം പറയുന്ന എല്ലാ മനുഷ്യർക്കും കുടുംബം ഉണ്ടായിരുന്നു, കുട്ടികൾ ഉണ്ടായിരുന്നു. They had families. അവർക്ക് അവരുടെ കുടുംബം ഉണ്ടായിരുന്നു. So therefore, married life is never a hindrance to walk with God. അതുകൊണ്ട് കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും കർത്താവിന് ഒരു തടസ്സം അല്ല. One brother said, ഒരു സഹോദരൻ പറഞ്ഞു, my wife is such a torture for me. The first thing I want to do now, I feel, is I want to get rid of my wife and come to the ministry. എൻ്റെ ഭാര്യ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ മുഴുവനുമായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ സഹോദരൻ എന്നോട് പറഞ്ഞു. தமிழ் லாங்குவேஜ் ரொம்ப இம்சையா இருக்கிறாங்க. ஸோ அந்த அம்மா நீங்க தருத்தி விட்டுட்டு ஊழியத்துக்கு வந்துடலாம். See, his idea is his wife is the biggest hindrance for his spiritual life. അദ്ദേഹത്തിന്റെ ചിന്തയിൽ തന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. No, my dear brothers and sisters, പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. all the great men of God who walked, കർത്താവിന് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്ത എല്ലാ വലിയ മനുഷ്യരും they were all married men of God only. അവർ എല്ലാവരും വിവാഹിതരായിട്ടുള്ള മനുഷ്യരാണ്. Peter, the apostle, was a married man. അപ്പോസ്തലനായ പത്രോസ് വിവാഹിതനായിരുന്നു. So many apostles were married. അപ്പോസ്തലന്മാരിൽ പലരും വിവാഹിതരായിരുന്നു. Only few, even without marrying, they walked with God. ചിലർ മാത്രമാണ് വിവാഹിതർ ആകാതെ കർത്താവിനോട് നടന്നത്. Matthew 19 verse 11 to verse 12 says, 19:11-12 വചനങ്ങൾ പറയുന്നു, God gives certain people special grace so that they can, without a married life, they can serve the Lord. It is not for everyone. കർത്താവ് ചിലർക്ക് മാത്രമാണ് ഷണ്ടന്മാരായി ഇരിക്കുവാൻ പ്രത്യേക കഴിവ് കൊടുക്കുന്നത്, കൃപ കൊടുക്കുന്നത്. അത് എല്ലാവർക്കും ഉള്ളത് അല്ല. So it is whether you are educated or not, you are rich or poor. നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരാണോ ഇല്ലാത്തവരാണോ, നിങ്ങൾ കാശുള്ളവരാണോ ഇല്ലാത്തവരാണോ എന്നത് കാര്യമില്ല. Or whether you are a working professional or you may be a businessman. നിങ്ങൾ ജോലി ചെയ്യുന്നവരായി ഇരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന മനുഷ്യനായി ഇരിക്കാം. You can walk with God. നിങ്ങളെ കൊണ്ടും ദൈവത്തിനോടൊപ്പം നടക്കാൻ സാധിക്കും. Daniel chapter 6 and verse 10 we read, Daniel was a man working in a very high position in the government. ദാനിയേൽ 6-ാം അധ്യായത്തിന്റെ 10-ാം വചനം നാം പഠിക്കുമ്പോൾ ദാനിയേൽ ആ സാമ്രാജ്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. And he was working in a high position. അവൻ ഉയർന്ന സ്ഥാനത്തിലാണ് അവിടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്. And he walked with God. അവൻ കർത്താവിന്റെ ഒപ്പം നടന്നു. He had deep fellowship with the Lord. കർത്താവിനോട് അവന് ആഴമേറിയ ഐക്യത ഉണ്ടായിരുന്നു. Today you may say, ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയാം, I long to walk with God. കർത്താവിനോട് നടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I have that spiritual thirst. എനിക്ക് ആ ആത്മീക ദാഹം ഉണ്ട്. Sometimes I feel lonely without the presence of God. കർത്താവിന്റെ സന്നിധിയിൽ ഇല്ലാത്തത് തനിച്ചിരിക്കുന്നത് പോലെയാണ്. I am as a helpless person, forsaken person. പല സമയങ്ങളിലും എന്നെ സഹായിക്കുവാനായി ആരുമില്ല. Can I walk with God? എനിക്ക് കർത്താവിനോട് നടക്കാൻ സാധിക്കുമോ? Yes, my dear brothers and sisters, whatever may be your background, whether you're married or not, whether you're working professional or not, you can walk with God.
അതേ സഹോദരങ്ങളെ, നിങ്ങൾ ജോലി ഉള്ളവരോ ഇല്ലാത്തവരോ, വിദ്യാഭ്യാസം ഉള്ളവരോ ഇല്ലാത്തവരോ, വിവാഹിതർ ആയവരോ ആകാത്തവരോ, അതൊന്നും വിഷയമല്ല. നിങ്ങൾ എല്ലാവർക്കും കർത്താവിനോടൊപ്പം നടക്കുവാൻ സാധിക്കുന്നതാണ്. Because that is the calling we have today. കാരണം ഇന്ന് രാവിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനാണ്. 1 Corinthians chapter 1 and verse 9. 1 കൊരിന്ത്യർ 1:9 God is faithful, by whom we are called into fellowship with His Son, Jesus Christ our Lord. തന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. 1 John chapter 1 and verse 3 says, 1 യോഹന്നാൻ 1:3 our fellowship is with the Father and with His Son, Jesus Christ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. Hallelujah. Hallelujah. Today God wants you to draw you closer unto Himself, ഇന്ന് കർത്താവ് നിങ്ങളെ അവന്റെ അടുക്കിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. so that when you cry out to Him, you can feel His presence, you may be clothed in His power, you can walk with God. കർത്താവിനോട് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കും. കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. Hallelujah. ഹല്ലേലൂയ. Today, how to walk with God? പക്ഷെ ഇന്ന് എങ്ങനെയാണ് കർത്താവിന്റെ ഒപ്പം നടക്കുന്നത്? What are the things that we should do in our part so that we can walk with God? നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്താൽ നമ്മെ കൊണ്ട് കർത്താവിനോട് നടക്കാൻ സാധിക്കും? That is what we are going to meditate shortly. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. Firstly, if we are to walk with God, we should surrender our will to the will of the Father. മുതലാമതായി കർത്താവോട് നടക്കണമെങ്കിൽ നമ്മുടെ ഹിതമല്ല, നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിന്റെ ഹിതം, കർത്താവിന്റെ ഇഷ്ടം അത് നമ്മൾ അനുസരിക്കണം. Walk according to the will of God. കർത്താവിന്റെ ഹിതം അനുസരിച്ച് നമ്മൾ നടക്കണം. John chapter 8 and verse 29 says, യോഹന്നാൻ 8:29 പറയുന്നു, Jesus said, ഇവിടെ യേശു the പറയുന്നു, Father has not left me alone, for I always do those things that please Him. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നിവിടെ തിരുവചനം പറയുന്നു. Hallelujah. Hallelujah. Lord Jesus, He says, യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു, my Father who has sent me, He is with me. എന്നെ അയച്ച എന്റെ പിതാവ് എന്നോടൊപ്പം ഉണ്ട്. I am not alone. ഞാൻ ഏകൻ അല്ല. I am walking with my Father. ഞാൻ എന്റെ പിതാവിന്റെ ഒപ്പമാണ് നടക്കുന്നത്. I always do those things that please Him. ഞാൻ എന്റെ പിതാവിന് പ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. Because I always fulfill His will, പിതാവിന് പ്രസാദമായുള്ളത് മാത്രം ഞാൻ ചെയ്യുന്നത് കൊണ്ട് He is with me. അവൻ എപ്പോഴും എന്റെ കൂടെയുണ്ട്. I am not alone. ഞാൻ ഏകൻ അല്ല. And John chapter 3 and verse 2 we read, യോഹന്നാൻ 3:2 Nicodemus looking at Jesus, he said, നിക്കോദേമോസ് യേശുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, oh teacher, nobody can do the mighty works that you do unless God is with you. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു. He says, no man can do these great works unless God is with him. അവൻ പറയുന്നു, ദൈവം നിന്റെ ഒപ്പം ഇല്ലാതിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ഈ അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ കഴിയത്തില്ല. Hallelujah. Hallelujah. ஒரு மனிதனோடு தேவன் இராவிட்டால் நீர் செய்கிற இந்த அற்புதமான காரியங்களை ஒரு மனிதனும் செய்யக்கூடாதே. So Nicodemus says, no man can do the works that you are doing. അതുകൊണ്ടാണ് നിക്കോദേമസ് പറയുന്നത്, ഈ അത്ഭുതങ്ങൾ ചെയ്യുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. The Father is with you. കാരണം പിതാവ് നിന്റെ ഒപ്പം നിന്റെ കൂടെ ഉണ്ട്. Wherever Nicodemus went, he did wherever Jesus went, he did mighty signs and wonders. യേശു ക്രിസ്തു എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. Father was with him. യേശുവിനോടൊപ്പം പിതാവായ ദൈവമുണ്ടായിരുന്നു. Jesus walked with his Father. യേശു തന്റെ പിതാവായ ദൈവത്തിനോടൊപ്പം നടന്നു. Hallelujah. Hallelujah. So Jesus' life is the greatest example for us. യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണം. Hallelujah. Hallelujah. Because he was not only the Son of God, കാരണം അവൻ ദൈവത്തിന്റെ പുത്രൻ മാത്രമല്ല, but he was also Son of Man. He was as a man like you. അവൻ മനുഷ്യപുത്രനായിരുന്നു. നിങ്ങളെയും എന്നെയും പോലെ അവൻ മനുഷ്യനായിരുന്നു. He has set an example for us. അതുകൊണ്ട് അവൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. Hallelujah. Hallelujah. How he was able to walk with the Father? എങ്ങനെയാണ് അവനെ കൊണ്ട് പിതാവിനോട് നടക്കാൻ സാധിച്ചത്? Because he surrendered his will to the will of the Father.
അവൻ കർത്താവിന്റെ ഹിതത്തിന് തന്നെത്താൻ സമർപ്പിച്ചു. My dear brothers and sisters, എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, as we surrender our will to the will of the Father, we cannot walk with God. നമ്മുടെ ഹിതത്തിനെയും ഇഷ്ടത്തിനെയും കർത്താവിന്റെ ഹിതത്തിനും ഇഷ്ടത്തിനും സമർപ്പിച്ചില്ല എങ്കിൽ കർത്താവിനോട് നടക്കാൻ സാധിക്കത്തില്ല. Hallelujah. Hallelujah. Our will should be the will of the Father. നമ്മുടെ ഹിതം അത് കർത്താവിന്റെ ഹിതമായി ഇരിക്കണം. In other words, His will should be our will. ശരിയായി പറയണമെങ്കിൽ കർത്താവിന്റെ ഇഷ്ടമായിരിക്കണം നമ്മുടെ ഇഷ്ടവും. If our will is not surrendered, we can never walk with God. നമ്മുടെ ഹിതം നമ്മൾ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മെ കൊണ്ട് ഒരിക്കലും കർത്താവിനോട് നടക്കാൻ സാധിക്കില്ല. Amos chapter 3 and verse 3 says, ആമോസ് 3-ാം അധ്യായത്തിന്റെ 3-ാം വചനം, can two walk together unless they are agreed? രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടില്ലാതെ ഒരുമിച്ച് നടക്കുമോ? So that means if two people should journey in their life together, their two wills should become as one. അതിന്റെ അർത്ഥം രണ്ടുപേർ ജീവിതത്തിൽ ഒരുമിച്ച് നടക്കണമെങ്കിൽ അവരുടെ ഹിതം അത് ഒന്നായിരിക്കണം. இரண்டு பேருடைய சித்தமும் ஒருமித்து இருக்க வேண்டும். Hallelujah. It should be as one. ആ രണ്ടാളുടെ ഇഷ്ടവും ഹിതവും അത് ഒന്നായിരിക്കണം. Only if they are agreed, they can walk together, they can journey together. അങ്ങനെ നടക്കുമ്പോഴാണ് അവർക്ക് ഒരുമിച്ച് നടക്കുവാൻ സാധിക്കുന്നത്. They cannot have a proper relationship. ഇല്ലെങ്കിൽ അവരെ കൊണ്ട് അത് സാധിക്കത്തില്ല. They cannot have fellowship. അവർക്ക് ഐക്യത ഉണ്ടാകത്തില്ല. They cannot do anything together. ഒരുമിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കത്തില്ല. If each one is going according to his own will, there will be, conflict and misunderstanding. ആ രണ്ടാളിൽ ഓരോ ആളും തന്റെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രശ്നങ്ങളാണ് വരുന്നത്. Two business partners are there, for example. ഉദാഹരണത്തിന് രണ്ട് ബിസിനസ് പാർട്ട്നേഴ്സിനെ എടുക്കാം. I want to do my business this way. ഒരു വ്യക്തി പറയുന്നു, ഞാൻ എന്റെ ബിസിനസ് ഇങ്ങനെ നടക്കുവാൻ The ആഗ്രഹിക്കുന്നു. fellow says, I want to do this. മറ്റൊരാൾ മറ്റു രീതിയിൽ ബിസിനസ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. Can that business last? അവരുടെ ബിസിനസ് വിജയിക്കും എന്ന് തോന്നുന്നുണ്ടോ? Both has to agree together. as one. ഇല്ല, അവർ ഒരുമിച്ചില്ലെങ്കിൽ സാധിക്കത്തില്ല. The wife is telling, ഭാര്യ ഇങ്ങനെ പറയുന്നു, I want to eat in Hotel Sangeeta. എനിക്ക് സംഗീത ഹോട്ടലിൽ കഴിക്കണം. The husband is saying, I want to eat in Hotel Geetham. ഭർത്താവ് പറയുന്നു, എനിക്ക് ഗീതം ഹോട്ടലിൽ കഴിക്കണം. Will they both eat together? രണ്ടാൾക്കും ഒരുമിച്ച് കഴിക്കാൻ സാധിക്കുമോ? No. So unless two wills agree together, they cannot walk together. ഇല്ല, രണ്ടുപേരുടെ ഹിതവും ഒരുമിച്ചില്ല എങ്കിൽ അവരെ കൊണ്ട് അത് സാധിക്കത്തില്ല. Same way, അതുപോലെയാണ് unless our will is united with the will of God, we cannot walk with God. നമ്മുടെ ഹിതം കർത്താവിന്റെ ഇഷ്ടത്തിനോട് ചേർന്നില്ല എങ്കിൽ നമ്മളെ കൊണ്ട് കർത്താവിനോട് നടക്കാൻ സാധിക്കില്ല. Look at our Lord Jesus Christ. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കേ. Philippians chapter 2 verse 6 to verse 11 says, ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള he വചനങ്ങൾ, was equal with God, the third person of the Trinity. അവൻ യഹോവയായ ദൈവത്തിനോട് സമനായിരുന്നു. Hallelujah. Hallelujah. Such a high position. അത് എത്ര വലിയ ഒരു സ്ഥാനമാണ്. But when he came into this world, പക്ഷെ മനുഷ്യനായവൻ ഭൂമിയിൽ വന്നപ്പോൾ he forsook his will. അവന്റെ മഹത്വം, അവന്റെ ശ്രേഷ്ഠത അവൻ വിട്ടുകൊടുത്തു. തുറന്നു വിട്ടാർ. അതെല്ലാം വിട്ടു. He forsook his will. തന്റെ ഇഷ്ടമെല്ലാം വിട്ടിട്ട് And he made the will of the Father as his will. തന്റെ പിതാവിന്റെ ഇഷ്ടം തന്റെ ഇഷ്ടമായി അവൻ ചെയ്തു. John chapter 10 and verse 30, Jesus said, യോഹന്നാൻ 10:30 യേശു ഇങ്ങനെ പറയുന്നു, I and my Father are one. ഞാനും പിതാവും ഒന്നാകുന്നു. One means not only one in divinity. ഒന്നെന്ന് പറയുമ്പോൾ ദൈവത്വത്തിൽ മാത്രം ഒന്നല്ല, ദൈവത്വത്തിൽ ഒന്നായി ഇരിക്കുന്നത് മാത്രമല്ല, not only in divinity, ദൈവത്വത്തിൽ ഒന്നായിരിക്കുന്നത് മാത്രമല്ല, but also in will and in purpose. അവരുടെ ഇഷ്ടവും ഹിതവും ലക്ഷ്യവും ഒന്നായിരുന്നു. In other words, he says, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, I don't do anything of my own accord. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യത്തില്ല. Whatever the Father says and whatever he wants to do, that I do. പിതാവായ ദൈവം എന്തൊക്കെ പറയുന്നുവോ, എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുവോ അതൊക്കെ ഞാൻ ചെയ്തു തീർക്കും. When did he surrender that will? എപ്പോഴാണ് യേശു ക്രിസ്തു അങ്ങനെ തന്നെ സമർപ്പിച്ചത്? Even before he came into this world. അവൻ ഈ ലോകത്തിന് വരുന്നതിന് മുൻപ് തന്നെ അവൻ സമർപ്പിച്ചു കഴിഞ്ഞു. Hebrews chapter 10 verse 7 to verse 9 when you read, എബ്രായർ 10-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, Jesus looked at the Father and said in heaven, യേശു തന്റെ പിതാവിനെ നോക്കി ഇങ്ങനെ അവൻ പറയുന്നു. ലോകത്തിലെ പിതാവോട് ഇരിക്കുമ്പോൾ അവരെ பார்த்து சொல்லுகிறார், looks at him and says, സ്വർഗ്ഗത്തിൽ പിതാവിനോട് പറഞ്ഞു, I'm going into this world. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ Do your will.
ഞാൻ ഭൂമിയിലേക്ക് ചെല്ലുന്നു. Prepare a body for me. എനിക്ക് വേണ്ടി ഒരു ശരീരം തയ്യാറാക്കണമേ. So he came in a body into this world. അവൻ ഈ ഭൂമിയിൽ ശരീരത്തിൽ മനുഷ്യ രൂപത്തിലാണ് വന്നത്. Before he came itself, he surrendered his will. അവൻ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ തന്റെ ഇഷ്ടം അവൻ സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. What does he say? എന്താണ് അവൻ I പറഞ്ഞത്? am not alone. ഞാൻ ഏകനല്ല, Father is with me. എന്റെ പിതാവ് എന്റെ ഒപ്പം ഉണ്ട്. I always do his will. കാരണം ഞാൻ എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നു. I always do those things that please him. ദൈവത്തിന് പ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നു. And the heavenly Father was with his son Jesus Christ. സ്വർഗീയ ദൈവമായ യഹോവ എപ്പോഴും തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഒപ്പം Perform ഉണ്ടായിരുന്നു. signs and wonders and miracles. അവന്റെ ഒപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ചെയ്തു. Today, if you would surrender your will to the will of the Father, ഇന്ന് നിങ്ങളുടെ ഇഷ്ടത്തെ കർത്താവിന്റെ ഇഷ്ടത്തിനോട് നിങ്ങൾ സമർപ്പിക്കുവാണെങ്കിൽ you can walk with God. നിങ്ങൾക്കും കർത്താവിനോട് നടക്കുവാൻ സാധിക്കും. There are many times you desire in your heart, പല സമയങ്ങളിലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു, will I receive a miracle from God? ഞാൻ ദൈവത്തിങ്കിൽ അത്ഭുതങ്ങൾ പ്രാപിക്കുമോ? In this critical situation, what is the will of God? ഈ കഷ്ടതയേറിയ കാലത്തിൽ കർത്താവിന്റെ ഇഷ്ടം എന്താണ്? இந்த இடுக்கனான சூழ்நிலை, இந்த நெருக்கமான இந்த situation of trial, what is the will of God? കഷ്ടതകളും പ്രയാസങ്ങളും ഉള്ള കാലത്തിൽ കർത്താവിന്റെ ഇഷ്ടം എന്താണ്? Oh, what I'm going to do? ഞാൻ എന്താണ് ചെയ്യാൻ Oh, പോകുന്നത്? I need a wonder in my life. എനിക്ക് എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ I കാണണം. want a breakthrough in my life. എന്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം സംഭവിക്കണം. But that time only we seek God. അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ദൈവത്തിനെ നോക്കുന്നത്. Run here and there. നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഓടും. The Lord looks at you and he says, പക്ഷെ കർത്താവ് നിങ്ങളോട് you പറയുന്നു, don't have to be like a stranger like that. നിങ്ങൾ ഒന്നും അറിയാത്ത മനുഷ്യരെ പോലെ അങ്ങനെ നടക്കണ്ട. You can walk with me. നിങ്ങൾക്ക് എന്നോടൊപ്പം You നടക്കാം. can hear my voice. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാം. You can clothed in my power. നിങ്ങൾ എന്റെ ശക്തി ധരിച്ചു കൊള്ളാം. Hallelujah. Hallelujah. When will that happen? എപ്പോഴാണ് അത് നടക്കുന്നത്? Our will surrender to the will of the Father. നമ്മുടെ ഇഷ്ടത്തിന് കർത്താവിന്റെ ഇഷ്ടത്തിനെങ്കിൽ സമർപ്പിക്കുമ്പോൾ. Look at Apostle Paul's life. പൗലോസിന്റെ ജീവിതം ഒന്ന് നോക്കിക്കേ. The mighty ministry, അത്രയും വലിയ ശുശ്രൂഷയിൽ the great revelation was given to him. വലിയൊരു വെളിപ്പാടാണ് പൗലോസിന് ലഭിച്ചത്. Performed mighty wonders. മഹത്തായ അത്ഭുതങ്ങൾ പൗലോസ് ചെയ്തു. If you would ask him what is the secret of your success, പൗലോസിനോട് തന്റെ വിജയത്തിന് കാരണം എന്താണെന്ന് നമ്മൾ ചോദിക്കുവാണെങ്കിൽ Apostle Paul would say, അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയും. according to Acts chapter 9, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അവൻ oh, കാണിക്കുന്നു. I met Jesus Christ on the road to Damascus. ദമസ്കോസിലോട്ട് ചെല്ലുന്ന മാർഗത്തിലാണ് പൗലോസ് കർത്താവിനെ കാണുന്നത്. Oh, he visited me. കർത്താവ് എന്നെ സന്ദർശിച്ചു. That day I surrendered my will to him. അന്ന് എന്റെ ഇഷ്ടത്തിനെ ഞാൻ അവന്റെ ഇഷ്ടത്തിനോട് സമർപ്പിച്ചു. Acts 9 and verse 6 he said, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 6-ാം വചനം, Lord, what you want me to do? കർത്താവേ ഞാൻ ഇപ്പോൾ എന്തു ചെയ്യണം? Hallelujah. Hallelujah. Until then he was doing his own will. അതുവരെ അവൻ തന്റെ ഇഷ്ടമാണ് ചെയ്തത്. He had his own agenda. തനിക്ക് സ്വന്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. But there came a point. പക്ഷേ അവൻ ഒരിടത്ത് എത്തിയപ്പോൾ, That point came in his life. ആ സാഹചര്യം അവന്റെ ജീവിതത്തിൽ He വന്നപ്പോൾ, said, what you want me to do, Lord? കർത്താവേ നീ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു? Hallelujah. Hallelujah. I will do that will, O Lord. ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാം. In Galatians 2 and verse 20 he says, ഗലാത്യർ 2-ാം അധ്യായത്തിന്റെ 20-ാം I've been crucified with Christ. It's no longer I who live, but Christ lives in me. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. Hallelujah. Hallelujah. Today you may say, ഒരു പക്ഷേ നിങ്ങൾ പറയാം, my spiritual walk is a struggle. എന്റെ ആത്മീക ജീവിതത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ ഉണ്ട്. There is a spiritual battle going in my life. എന്റെ ജീവിതത്തിൽ ആത്മീകമായ പോരാട്ടങ്ങളുണ്ട്. I want a deliverance. I need a breakthrough. എനിക്ക് ആത്മീകമായ പോരാട്ടങ്ങളിൽ നിന്ന് വിടുതൽ You വേണം. may say, I am not, I can't feel the presence of God. നിങ്ങൾ പറയാം, ഞാൻ കർത്താവിന്റെ സന്നിധി ഉണറുന്നില്ല എന്ന്. Or you may say, ഇല്ലെങ്കിൽ നിങ്ങൾ പറയാം, I do not know what is the will of God concerning my life. എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാം. Do you know how to know the will of the Father? നിങ്ങൾക്ക് കർത്താവിന്റെ ഇഷ്ടം അറിയുന്നത് എങ്ങനെയാണെന്ന് Do അറിയാം. you know how to surrender our will to the will of the Father? നിങ്ങളുടെ ഇഷ്ടം കർത്താവിന്റെ ഇഷ്ടത്തിനെങ്കിൽ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Will of the Father is written to you and given to you in your hands through the word of God.
കർത്താവിന്റെ ഇഷ്ടം തിരുവചനമായി നിങ്ങളുടെ കയ്യിൽ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. It is the new covenant, that is the New Testament. അതാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പുതിയ ഉടമ്പടി. Check up your life whether it is in accordance with the written will of God. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ജീവിതം കർത്താവിന്റെ വചനപ്രകാരമാണോ നടക്കുന്നത്? Not, you calibrate your will to the will of the Father. ഒരുപക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ മാറ്റം ചെയ്യണം. തിരുവചനത്തിന് അനുസരിച്ച് കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം. You will begin to walk with God. അപ്പോൾ നിങ്ങൾ കർത്താവിനോടൊപ്പം നടക്കും. Unless two agree together, they cannot walk together. രണ്ടുപേരുടെയും താല്പര്യം ഒന്നായിട്ടില്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് നടക്കുവാൻ സാധിക്കില്ല. Or in your life you may ask, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാം, what is the will of God concerning my personal life? എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിന്റെ പദ്ധതി, കർത്താവിന്റെ ഇഷ്ടം എന്താണ്? Should I marry this person? Should I build this house? Should I do this? Should not I do that? ഞാൻ ഇവരെ വിവാഹം കഴിക്കണമോ? എനിക്ക് വേണ്ടി ഒരു വീട് നിർമ്മിക്കണമോ? ഈ ജോലി അത് കർത്താവിന്റെ ഇഷ്ടമാണോ എന്ന് പല ചോദ്യങ്ങളും ഉണ്ടാകാം. What is the will of God? ഇതിലൊക്കെ കർത്താവിന്റെ ഇഷ്ടം എന്താണ്? If you want to know the personal will concerning your life, നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ കർത്താവിന്റെ ഇഷ്ടം എന്താണ്, പദ്ധതി എന്താണെന്ന് അറിയണമെങ്കിൽ there is only one way. അതിന് ഒരു വഴി മാത്രമാണുള്ളത്. First empty your own will and then ask Lord, what is your will? അത് ആദ്യം നിങ്ങളുടെ ഇഷ്ടം അതിനെ വിട്ടിട്ട് കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ച് അതിനെ സ്വീകരിക്കണം. Hallelujah. Hallelujah. The reason why many people are unable to know the will of God in their life is കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ പദ്ധതി പലരുടെയും ജീവിതത്തിൽ അറിയപ്പെടാതെ പോകുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, because they will have their own will, they'll be holding on to something, they'll be holding on to certain agendas. അവർക്ക് അവരുടേതായ സ്വന്തം ഇഷ്ടങ്ങളും അവരുടെ സ്വന്തം പദ്ധതികളും ഉണ്ടാകും. അതിനെ അവർ പിടിച്ചിട്ട് അതിനെ അവർ വിടത്തേയില്ല. Oh, they will be holding on to something, അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനെ അവർ പിടിച്ചിരിക്കും. and then they want to know optionally whether what is the will of God concerning. അതും കഴിഞ്ഞ് അവർക്കൊരു ആഗ്രഹമുണ്ട്, കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയണമെന്ന്. எனக்கு இதுதான் வேணும், എനിക്കിതാണ് ആവശ്യം, ஆனா இது ஆண்டு சித்தமா இல்லையா எனக்கு പക്ഷെ ഇത് தெரியும். കർത്താവിന്റെ ഇഷ്ടമാണോ ഇല്ല? So when you already have your own will, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളും പദ്ധതികളും നിങ്ങൾക്കുള്ളപ്പോൾ already தீர்மானம் பண்ணிட்டீங்க, இதுதான் எனக்கு வேணும், இதுதான், this is what I want. ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം You know you're not going to give up. നിങ്ങൾക്കറിയാം അത് നിങ്ങൾ വിട്ടുകൊടുക്കത്തില്ല എന്ന്. கட்டினா இவனை தான் கட்டுவேன், you already decided. ഞാൻ വിവാഹം ചെയ്താൽ So ഇയാളെ. now all you want to know is whether it's God's will or not. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, ഇതൊരു പക്ഷേ കർത്താവിന് ഇഷ്ടമാണോ അല്ലയോ? God will never reveal his will to you. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം കർത്താവ് നിങ്ങളോട് The വെളിപ്പെടുത്തുന്നില്ല. reason is, കാരണം എന്തെന്നാൽ unless you empty your will, his will never be revealed. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ വിടാതെ കർത്താവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് വെളിപ്പെടുത്തില്ല. Because if you hold on to your will, even if God reveals his will, still you are not going to obey. കാരണം നിങ്ങളുടെ സ്വയം ഇഷ്ടത്തിനെയും പദ്ധതിയെയും നിങ്ങൾ പിടിച്ചിരിക്കുന്ന അത്രയും കാലം കർത്താവ് നിങ്ങൾക്ക് കർത്താവിന്റെ ഇഷ്ടം വെളിപ്പെടുത്തിയാലും നിങ്ങൾ അത് സ്വീകരിക്കത്തില്ല. So it will go into disobedience. അതുകൊണ്ട് അത് അനുസരണക്കേടായി പോകും. That is why many times God does not reveal his will to many people. അതുകൊണ്ടാണ് പല സമയങ്ങളിലും കർത്താവിന്റെ ഇഷ്ടം ഇതാണെന്ന് പലർക്കും കർത്താവ് വെളിപ്പെടുത്താത്തത്. I want to do this, this is what that, whether it is the will of God. എനിക്കിത് ചെയ്യണം, ഒരുപക്ഷെ ഇത് കർത്താവിന്റെ ഇഷ്ടമോ അല്ലയോ എന്ന് നമ്മൾ Or ചോദിക്കും. else they will pray and they will try to bend the will of God to their will. അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ച് അവരുടെ ഇഷ്ടത്തിനെ കർത്താവിന്റെ ഇഷ്ടമായി മാറ്റുവാൻ അവർ പ്രാർത്ഥന ചെയ്തെന്ന് ഇരിക്കാം. അങ്ങനെ നമ്മൾ പലരും ചെയ്തേക്കാം. That will not work either. അങ്ങനെ ചെയ്താലും അതിൽ പ്രയോജനമില്ല. Unless two agree together, they can never walk together. രണ്ടാളും ഒറ്റ താല്പര്യത്തിൽ വന്നില്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് നടക്കുവാൻ സാധിക്കില്ല. If you are to walk with God, നിങ്ങൾ കർത്താവിന്റെ ഒപ്പം നടക്കണമെങ്കിൽ there is a price to pay. അതിന് നിങ്ങൾ കൊടുക്കേണ്ട വില എന്നത് That is to empty your will and to surrender your will to the will. അതിന് നിങ്ങളുടെ ഇഷ്ടം വിട്ടിട്ട് കർത്താവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി നിങ്ങൾ സമർപ്പിക്കണം. It is there you feel the power of God. അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ ഉണർന്നത്. You see his leading in your life. അപ്പോഴാണ് കർത്താവിന്റെ നേതൃത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നത്. You see the Red Sea part for you. അപ്പോൾ ചെങ്കടൽ നിങ്ങൾക്ക് മുൻപാകെ അത് പിളർന്നു പോകും. You see the walls of Jericho crumble before you. അപ്പോൾ എറിയോ നിങ്ങളുടെ മുൻപിൽ വീണു പോകുന്നത് നിങ്ങൾ കാണും. You will see the river Jordan parting for you.
അപ്പോൾ യോർദാൻ നിങ്ങളെ കണ്ട് പിന്നിട്ട് പോകുന്നത് നിങ്ങൾ You കാണും. will see the life of victory that you are desiring for. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വിജയമുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങളുടേത്. Hallelujah. Hallelujah. When does that happen? ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? When you surrender your will to the will of God. നിങ്ങളുടെ ഇഷ്ടത്തിന് കർത്താവിന്റെ ഇഷ്ടത്തിനോട് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ. Hallelujah. Hallelujah. Oh, we can walk with God. അപ്പോൾ നമുക്ക് കർത്താവിനോട് നടക്കാം. Secondly, how we can walk with God? രണ്ടാമതായി നമ്മൾ നോക്കുമ്പോൾ The Bible says you walk in love. തിരുവചനം പറയുന്നു നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. Ephesians chapter 5 verse 2 says, എഫേസ്യർ 5-ാം അധ്യായത്തിന്റെ 2-ാം വചനം പറയുന്നു, walk in love as Christ also loved us and gave himself for us, an offering and a sacrifice to God. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. Hallelujah. Hallelujah. Walk with God means to walk in love. കർത്താവിനോട് നടപ്പിൻ എന്ന് പറയുമ്പോൾ സ്നേഹത്തിൽ നടക്കണം. Jesus Christ the greatest example for that. യേശു ക്രിസ്തുവാണ് അതിന് നല്ല ഒരു ഉദാഹരണം. Mark chapter 10 verse 13 to verse 16. മർക്കോസ് 10-ാം അധ്യായത്തിന്റെ 13 മുതൽ With 16 great love he embraced the children and blessed them. ഒരുപാട് സ്നേഹത്തോട് യേശു ക്രിസ്തു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ അനുഗ്രഹിച്ചു. Mark chapter 10 and verse 21. മർക്കോസ് 10-ാം അധ്യായത്തിന്റെ 21-ാം A വചനം, young man came running to Jesus. ഒരു യൗവനക്കാരൻ യേശുവിനോട് ഓടി വന്നു. What should I do to inherit the kingdom of God? ദൈവരാജ്യം സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? The Bible says Jesus loved him. തിരുവചനം ഇങ്ങനെ പറയുന്നു, യേശു അവനെ സ്നേഹിച്ചു. Mark chapter 1 verse 40 to verse 42. മർക്കോസ് 1-ാം അധ്യായത്തിന്റെ 40 മുതൽ 42 വരെയുള്ള A വാക്യങ്ങൾ. leper came running to Jesus. ഒരു കുഷ്ഠരോഗി യേശുവിനടുത്ത് വരുന്നു. Lord, if you are willing, make me clean. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. Compassion and love he healed. യേശു മനസ്സലിഞ്ഞ് സ്നേഹത്തോടെ അവന് വിടുതൽ കൊടുത്തു. Jesus was full of love. യേശു പൂർണ്ണമായും സ്നേഹമായിരുന്നു. Therefore he walked with the Father. അതുകൊണ്ടാണ് പിതാവിനോട് അവൻ നടന്നത്. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട if സഹോദരൻ, you are to walk with God, നിങ്ങൾ കർത്താവിന്റെ ഒപ്പം നടക്കണം എങ്കിൽ Bible says walk in love. തിരുവചനം പറയുന്നു സ്നേഹത്തിൽ നിങ്ങൾ നടപ്പിൻ. In John 15 and verse 9 Jesus said, യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 9-ാം as വചനം, the Father loved me, I also have loved you. Abide in my love. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ എന്ന് തിരുവചനം പറയുന്നു. John 13 verse 34 to 35. യോഹന്നാൻ 13-ന്റെ 34-35 വാക്യങ്ങൾ Jesus said, യേശു a പറയുന്നു, new commandment I give you, that you love one another as I have loved you, that you also love one another. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നത് തന്നെ. Hallelujah. Hallelujah. How did Jesus love us? യേശു നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? Galatians chapter 2 and verse 20 says, ഗലാത്യർ 2-ാം അധ്യായത്തിന്റെ 20-ാം വചനം ഇങ്ങനെ പറയുന്നു, he loved us and he gave himself for us. നമ്മളെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് നോക്കുമ്പോൾ തന്റെ സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചു. Hallelujah. Hallelujah. A sacrificial love. അവൻ തന്നെത്താൻ ത്യാഗം ചെയ്തു. So if you are to walk with God, നിങ്ങൾ ദൈവത്തോട് നടക്കണം എങ്കിൽ one thing that should be found in our life is we should walk in love. നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട ഒരു കാര്യം അത് സ്നേഹമാണ്. Many the children of God, even though they love God, ദൈവത്തിന്റെ ജനതയിൽ പലരും ദൈവത്തിനെ സ്നേഹിക്കുന്നു എങ്കിലും ദൈവത്തിനെ സ്നേഹിക്കുന്നു, but in their personal life they will not walk in love with others. പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ മറ്റുള്ളവരോട് അവർ സ്നേഹത്തിലല്ല നടക്കുന്നത്. That is why the spiritual life will always be a struggle. അതുകൊണ്ടാണ് ആത്മീക ജീവിതത്തിൽ എപ്പോഴും പോരാട്ടങ്ങൾ ഉണ്ടാകുന്നത്. In Ephesians chapter 5 verse 25, എഫെസ്യർ 5-ന്റെ 25 വാക്യം, Bible says, husband, love your wife just as Christ loved the church. ഭർത്താക്കന്മാരോ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. Hallelujah. Hallelujah. Just as Jesus Christ loved us, യേശു ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചോ, sacrificially loved the church. എങ്ങനെ സഭയ്ക്ക് വേണ്ടി തന്റെ ജീവൻ തന്നെ അദ്ദേഹം ത്യാഗം ചെയ്തു. Husband, love your wife, and the wife also, it is implied that the wife also should love the husband. അതുപോലെയാണ് ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കേണ്ടതെന്ന് തിരുവചനം പറയുന്നു. Hallelujah. Hallelujah. It should be a sacrificial, unconditional love. അത് നിരുപാധിക സ്നേഹമായി ഇരിക്കണം. What if I don't love my life partner? ഞാൻ ഒരു പക്ഷേ
ഞാൻ എന്റെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചില്ലെങ്കിൽ എന്ത് First സംഭവിക്കും? Peter chapter 3 and verse 7 says, 1 പത്രോസ് 3:7 പറയുന്നു, prayers will be hindered. നിങ്ങളുടെ പ്രാർത്ഥനകൾ തടസ്സപ്പെടും. Hallelujah. Hallelujah. You may lose your eternal life. നിങ്ങൾ പ്രാപിച്ച നിത്യജീവൻ നിങ്ങൾക്ക് നഷ്ടമാകും. So many people do not know the seriousness of, walking in love. അതുകൊണ്ട് പലർക്കും സ്നേഹത്തിൽ നടക്കുന്നതിന്റെ ഗൗരവം ശരിയായി മനസ്സിലായിട്ടില്ല. I love God, I can hate others, I can have enmity with others, I can beat my wife, abuse my wife, I can disrespect my husband. അവർ ചിന്തിക്കുന്നു, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ മറ്റവരെ അപമാനിക്കാം, ഞാൻ എൻ്റെ ഭാര്യയെ അപമാനിക്കാം, ഞാൻ എൻ്റെ ഭർത്താവിനെ അപമാനിക്കാം എന്ന് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. And they think they can, walk with God. ഇങ്ങനെ ചെയ്തിട്ട് കർത്താവിനോട് നടക്കാം എന്ന് അവർ ചിന്തിക്കുന്നു. அப்படி செய்து விட்டு நான் தேவனோடு நடந்து விடலாம் என்று எண்ணுகிறார்கள், but it is not possible. പക്ഷേ അത് സാധ്യമല്ല. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, see so many men and women of God, ഞാൻ ഒരുപാട് ദേവദാസന്മാരെയും ദേവദാസിമാരെയും they will കണ്ടിട്ടുണ്ട്. mistreat their life partner, they will mistreat others. അവർ അവരുടെ ജീവിത പങ്കാളിയെ ശരിയായിട്ട് നടത്തത്തില്ല, അപമാനിക്കും. They will live a separated life, they will not live in unity with husband or wife. അവർ ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും നയിക്കുന്നത്. ഭാര്യയോടോ ഭർത്താവിനോടോ അവർക്കൊരു ഐക്യത ഉണ്ടാകത്തില്ല. They may be very good believer, ഒരുപക്ഷെ അവർ നല്ലൊരു വിശ്വാസിയാകാം. they may be used by the Lord also. കർത്താവ് ആ വ്യക്തിയെ ഒരുപാട് ഉപയോഗിക്കാം. They may be doing great ministry. വലിയതൊരു ശുശ്രൂഷ അവർ ചെയ്യുമായിരിക്കാം. Oh, they may even speak in tongues. അന്യഭാഷ അവർ സംസാരിക്കാം. But what happens is, പക്ഷെ എന്താണ് നടക്കുന്നത്? but as they go in the spiritual journey, if you look at their life closely, അവരുടെ ആത്മീക ജീവിതത്തിൽ അവരുടെ ജീവിതം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ for only a short time they will shine because of the grace of God over their life. After that, you will see them falling away, going into backsliding. ചില കാലം കർത്താവിൻ്റെ കൃപ കൊണ്ട് അവർ നന്നായി ജീവിക്കും. അത് കഴിഞ്ഞ് അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വഴിവിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. தேவனுடைய கிருபை இருக்கிறதுனால கொஞ்ச நாள் அவங்க பிரகாசிப்பார்கள், தேவனால் பயன்படுத்தப்படுவார்கள். ஆனால் வாழ்க்கையை நீங்க கவனித்து பார்ப்பீர்கள் என்றால் அவர்கள் மெதுவாக பின்மாற்றத்தில் அவர்கள் போகிறத பார்க்க முடியும். தேவனை விட்டே விலகி போகிறதையும் நான் பலருடைய வாழ்க்கையில கண்டிருக்கிறேன். My dear brothers and sisters, എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, that is why Satan, he brings this root of bitterness in many children of God's life and separates them from God. അതുകൊണ്ടാണ് പിശാച് ദൈവത്തിന്റെ ജനതയുടെ ഹൃദയത്തിൽ ആവശ്യം ഇല്ലാത്ത ദേഷ്യം, വിരോധം കൊണ്ടുവന്ന് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. The spiritual life becomes a struggle. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ പോരാട്ടങ്ങൾ വരും. So bitter in their heart, so much hate in their heart. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും ദേഷ്യവുമായിരിക്കും. Oh, I will never look at my wife again. ഞാൻ എന്റെ ഭാര്യയെ തിരിഞ്ഞു നോക്കത്തേയില്ല. Thereafter, I'll never have any connection with so and so. ഇനി ആ മനുഷ്യനുമായിട്ട് ഒരു ബന്ധവും എനിക്ക് ഉണ്ടാകത്തില്ല. Full of bitterness. വെറുപ്പ് നിറഞ്ഞ മനുഷ്യരായി നമ്മൾ മാറും. And they say, Lord, I love you. അതും കഴിഞ്ഞ് പറയും, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Oh, I love you, Lord. ദൈവമേ ഞാൻ നിന്നെ Yes, they may be used by the Lord for some time. ചില സമയം അവരെ ദൈവം ഉപയോഗിച്ചിരിക്കും. Because of the grace of God covering them. അത് അവരുടെ മുകളിൽ ഉള്ള കർത്താവിന്റെ കൃപയാണ്. There'll come a time. പക്ഷെ സമയം വരുമ്പോൾ Slowly, even without their knowledge, Satan will slowly draw them away from God. അവർ അറിയാതെ തന്നെ പിശാച് അവരെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വലിച്ചോണ്ട് പോകും. Oh, they will be completely gone into backslide. അവർ കർത്താവിന്റെ വഴിയിൽ നിന്ന് അവർ മാറിപ്പോകും. My dear brothers and sisters, പ്രിയമുള്ള if സഹോദരൻ, you are to walk with God, നിങ്ങൾ കർത്താവോട് the നടക്കണം. Bible says, walk in love. തിരുവചനം പറയുന്നു, സ്നേഹത്തിൽ നടപ്പ്. Don't have the root of bitterness. By this, many are defiled, the Bible says. വെറുപ്പിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ട. അത് ഒരുപാട് പേരെ നശിപ്പിച്ചിട്ടുണ്ട്. അതിനെ വിടുന്നതാണ് നല്ലത്. പലരും നശിച്ചിട്ടുണ്ട്. Many have gone away from the Lord. പലരും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. The Bible says, walk in love. തിരുവചനം പറയുന്നു, സ്നേഹത്തിൽ നടപ്പിൻ. How can we walk in that love? എങ്ങനെയാണ് സ്നേഹത്തിൽ നടക്കുന്നത്? Romans 5 and verse 5 says, റോമർ 5:5 പറയുന്നു, love of God is poured into our heart by the Holy Spirit. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പകർന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. When that love comes, ആ സ്നേഹം നമ്മിൽ വരുമ്പോൾ 1 Peter chapter 4 and verse 8 says, 1 പത്രോസ് 4:8 this love covers a multitude of sins. സ്നേഹം പാവങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. 1 Corinthians chapter 13 says,
1 കൊരിന്ത്യർ 13 ഇങ്ങനെ പറയുന്നു, Love bears all things. സ്നേഹം എല്ലാവற்றைയും സഹിക്കുമെന്ന്. 1 Thessalonians chapter 3 and verse 12 says, 1 തെസ്സലോനി 3:12 ഇങ്ങനെ പറയുന്നു, bound in love to one another. തമ്മിലും എല്ലാവരോടും ഉള്ള സ്നേഹം വർദ്ധിപ്പിക്കണം. Matthew 5:44 and verse 45 says, മത്തായി 5-ാം അധ്യായത്തിന്റെ 44 45 വാക്യം, even love your enemy. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നു. 1 John chapter 4 and verse 8 says, 1 യോഹന്നാൻ 4:8 പറയുന്നു, he who does not love does not know God. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് തിരുവചനം പറയുന്നു. Hallelujah. Hallelujah. He who says I love God and hates his brother, he is a liar. ദൈവത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്റെ സഹോദരനെ വെറുക്കുന്നവൻ നുണയനാകുന്നു എന്ന് വചനം So പറയുന്നു. if we are to walk with God, we have to walk in love. നിങ്ങൾ ദൈവത്തിനൊപ്പം നടക്കണമെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. Hallelujah. Hallelujah. Today the Lord says, ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, don't deceive yourself. നിങ്ങളെ തന്നെ നിങ്ങൾ വഞ്ചിക്കരുത്. Don't think God is supporting you in your hate and in your bitterness. നിങ്ങളുടെ വെറുപ്പും നിങ്ങളുടെ ദേഷ്യവും കർത്താവ് അംഗീകരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. That is what Satan will say to you. അത് പിശാച് നിങ്ങളോട് പറയുന്നതാണ്. നീ ആർക്കിട്ടേയും നീ പേസാതെ. നീ ആരോടും മിണ്ടണ്ട. Come and tell in your ears. അവൻ നിങ്ങളുടെ ചെവികളിൽ വന്ന് ഇങ്ങനെ പറയും, ആണ്ടവർ ഉനക്ക് പോതുംപാ നീ ആർട്ടിയും പേസാതെ. കർത്താവ് നിനക്ക് മതി, He will say like that. വേറെ ഒരാളും നിനക്ക് വേണ്ട. നീ അവൻ മൂഞ്ചാണ്ടിയെ മുളിക്കാതെ നമുക്ക് നീ യേശു അവന്റെ മുഖം പോലും കാണണ്ട എന്ന് So he പറയും. will say like that. അവൻ അങ്ങനെ அப்படிதான் பிசாசானவங்க You வந்து will also think, சொல்லுவாங்க. ஆமாமா இனிமேல் உங்களை வாங்குறேன் ஆண்டவரே பழி வாங்குறது எனக்கு உதவி செய்யும் ஐயா ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். നിങ്ങളും അങ്ങനെ തന്നെ വിചാരിക്കും. You are not walking in love. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ നടക്കുന്നില്ല. Hallelujah. Hallelujah. One day will come. ഒരു ദിവസം വരും, Satan will slowly draw you up. അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പിശാച് നിങ്ങളെ പിടിച്ചെടുക്കും. பிரித்திருந்திருப்பான். Spiritual darkness will come. ആത്മീക അന്ധകാരത്തിൽ പെടും. Not you will be praying, there will be no answer. നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കത്തില്ല. You will be struggling, you will be telling all the vakutattam, nothing will happen in your. നിങ്ങളുടെ വാഗ്ദത്ത വചനങ്ങൾ എല്ലാം പറഞ്ഞിട്ടും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടത്തില്ല. You will run here to this prophet, you will run here to that prophetess. നിങ്ങൾ എത്ര പ്രവാചകന്മാരെ കണ്ടാലും അത് പ്രയോജനപ്പെടത്തില്ല. They will say this and that, അവർ എന്തൊക്കെ വേണമെങ്കിലും പറയാം, but nothing will come to pass in your life. പക്ഷെ ഒന്നും The നടപ്പാകത്തില്ല. Lord looks at you and he says, ദൈവം നിങ്ങളോട് പറയുന്നു, walk in love. സ്നേഹത്തിൽ നടപ്പിൽ. Hallelujah. Hallelujah. And finally, അവസാനമായി the Bible says, തിരുവചനം പറയുന്നു, walk in the Spirit. ആത്മാവിൽ നടക്കണമെന്ന്. Galatians chapter 5 and verse 16. ഗലാത്യർ 5:16 Walk in the Spirit. ആത്മാവിൽ അനുസരിച്ച് നടപ്പിൽ. Hallelujah. Hallelujah. We are called to walk in the Spirit. നാം വിളിക്കപ്പെട്ടത് ആത്മാവിൽ അനുസരിച്ച് നടപ്പാൻ. What is this walking in the Spirit? ആത്മാവിൽ നടക്കുന്നത് എന്നാൽ എന്താണ്? So walking in the Spirit means what should be found in our life. ആത്മാവിൽ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാകണം? First, to walk in the Spirit, you should be born of the Spirit. ആദ്യമായി ആത്മാവിൽ നടക്കണമെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ജനിച്ചിരിക്കണം. Secondly, രണ്ടാമതായി walk in the Spirit means ആത്മാവിൽ നടക്കണം എന്ന് പറയുമ്പോൾ you should yield to your spirit. നിങ്ങൾ ആത്മീക കനി കൊടുക്കുന്നവർ ആകണം. ஆவிக்கு உங்களை நீங்க விட்டு கொடுக்கணும். പരിശുദ്ധാത്മാവിനെ നിങ്ങളെ സമർപ്പിക്കണം. Hallelujah. Hallelujah. It is then you are walking in the Spirit. അപ്പോഴാണ് നിങ്ങൾ ആത്മാവിൽ നടക്കുന്നത്. Hallelujah. Hallelujah. First, walk in the Spirit means മുതലാമതായി ആത്മാവിൽ നടക്കുന്നത് എന്നത് first criteria is must born of the Spirit. മുതലാമതായി നിങ്ങൾ ആത്മാവിൽ ജനിച്ചിരിക്കണം. Jesus said യേശു ഇങ്ങനെ in പറഞ്ഞു, John chapter 3 and verse 3, യോഹന്നാൻ 3:3 most assuredly I say to you, unless one is born again, he cannot see the kingdom of God. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. So to walk in the Spirit, that spiritual life, when does it begin? ആത്മാവിൽ നടക്കുന്നത്, ആ ആത്മീക ജീവിതം എപ്പോഴാണ് തുടങ്ങുന്നത്? When do we walk in the Spirit? എപ്പോഴാണ് നാം ആത്മാവിൽ നടക്കുന്നത്? First, we should be born again. Jesus said, you should be born again. മുതലാമതായി യേശു പറഞ്ഞു, നിങ്ങൾ ആത്മാവിൽ ജനിക്കണം എന്ന്. That means walk in the Spirit means what? ആത്മാവിൽ നടക്കുന്നത് എന്നത് എന്താണ്? John chapter 3 and verse 6 says, യോഹന്നാൻ 3:6 പറയുന്നു, you are to be born of the Spirit. നിങ്ങൾ ആത്മാവിൽ ജനിക്കണമെന്ന് വചനം പറയുന്നു. Hallelujah. Hallelujah. So when we are born in the Spirit, we are born again. നമ്മൾ ആത്മാവിൽ ജനിക്കുമ്പോൾ നമ്മൾ
പുനർജനിക്കുന്നു. ஆவிலே மறுபிறப்படைகிறோம். ആത്മീക പുനർജനനം. Hallelujah. Hallelujah. So why should our spirit be born again? എന്തിനാണ് നമ്മുടെ ആത്മാവ് വീണ്ടും Many ജനിക്കേണ്ടത്? times people are confused. They ask, what is that I can be born again? What is this born again? പല സമയങ്ങളിലും ഈ പുനർജനനത്തെ കുറിച്ച് ജനങ്ങൾ തെറ്റായി ചിന്തിക്കുന്നു. The first thing we should understand is മുതലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് there is a trinity within you. നമ്മുടെ ഉള്ളിൽ ഒരു ത്രിയേകത്വം ഉണ്ട്. 1 Thessalonians chapter 5 and verse 23 says, 1 തെസ്സലോനി 5:23 പറയുന്നു, you have a body, soul and spirit. നിങ്ങളുടെ ഉള്ളിൽ ദേഹം, ദേഹി, ആത്മാവ് ഉണ്ട്. So there is a spirit within you. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ട്. According to Psalm 51 and verse 5, സങ്കീർത്തനങ്ങൾ 51:5 പ്രകാരം, Romans chapter 3 and verse 23, റോമർ 3:23, every man who is born into this world by default, by nature, is born of sin. ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ മനുഷ്യനും അവൻ പാപിയായിട്ടാണ് ജനിക്കുന്നത്. By default, he is born in sin. He doesn't have to commit sin. He is already born into this world with sin. അവൻ പാപം ചെയ്യേണ്ടതില്ല. അവൻ ഈ ലോകത്ത് ജനിക്കുമ്പോൾ തന്നെ അവൻ പാപിയായിട്ടാണ് ഈ ലോകത്തിൽ അവൻ വരുന്നത്. His spirit is dead within him. അവന്റെ ഉള്ളിലുള്ള ആത്മാവ് മരണപ്പെട്ടിരിക്കുകയാണ്. Ephesians chapter 2 and verse 1 says, എഫെസ്യർ 2:1 പറയുന്നു, we are dead in trespasses and in our sins. അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. A question arises, ഇവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. when did this death occur? എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? When did mankind die in the spirit? എപ്പോഴാണ് മനുഷ്യൻ ആത്മാവിൽ മരിച്ചത്? Genesis chapter 2 and verse 7, ഉൽപ്പത്തി പുസ്തകം 2:7 വായിക്കുമ്പോൾ, when God created Adam and Eve, ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ he said, the day you eat this forbidden fruit, you shall surely die. യഹോവ പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം നീ കഴിക്കുന്ന ദിവസം നീ മരണപ്പെട്ടു പോകും എന്ന് പറഞ്ഞു. So man, he transgressed God's commandment and he ate the forbidden fruit. മനുഷ്യൻ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാതെ ആ വൃക്ഷത്തിന്റെ ഫലം അവൻ കഴിച്ചു. If you would notice, പക്ഷെ നിങ്ങൾ അവിടെ നോക്കുവാണെങ്കിൽ, the day when Adam ate that forbidden fruit, he did not die. ആദം ആ ഫലം കഴിച്ച ആ ദിവസം അവൻ മരിച്ചിട്ടില്ല. He lived physically. അവന്റെ ശരീരത്തിൽ അവന് ജീവനുണ്ടായിരുന്നു. Bible says he lived up to 930 years. തിരുവചനം പറയുന്നു അവൻ 930 വർഷം ജീവിച്ചു എന്ന്. So where did that death take place? എന്നാൽ അവന്റെ മരണം എപ്പോഴാണ് സംഭവിച്ചത്? Where did that death take place? എപ്പോഴാണ് അവന്റെ മരണം സംഭവിച്ചത്? The Lord said, the day you eat, you will die. ദൈവം പറഞ്ഞു, നീ അത് കഴിക്കുന്ന ദിവസം നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. Physically, he did not die. ശരീരത്തിൽ അവൻ മരിച്ചിട്ടില്ല. In his spirit, within him, he died. പക്ഷെ അവന്റെ ആത്മാവിൽ ആദം ആ ദിവസം മരിച്ചുപോയി. His spirit became dead towards God. അവന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് മരിച്ചുപോയി. He was disconnected with God. അവൻ ദൈവത്തിന്റെ ഐക്യത്തിൽ നിന്ന് വേർപെട്ടു. He began to fear God. He once had fellowship with God. Now he's began to fear God. ഒരിക്കൽ ഐക്യത്തോടെ ഇരുന്ന ദൈവത്തിനെ ഇപ്പോൾ ആദാം കണ്ട് പേടിക്കുന്നു. He's avoiding God. അവൻ ദൈവത്തിനെ കാണാതെ ഒളിച്ചിരിക്കുന്നു. Because the moment he sinned, something happened with him. കാരണം അവൻ പാപം ചെയ്തപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു മാറ്റം വന്നു. Oh, he is disconnected with God in the spirit. അവന്റെ ആത്മാവിൽ ദൈവത്തോടിരുന്ന അവന്റെ ഐക്യം അവന് നഷ്ടമായി. So if a man is to reconnect with God, അതുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തിനോടൊപ്പം വീണ്ടും ഐക്യപ്പെടണമെങ്കിൽ, if he had to connect with God and worship him and walk with him, ദൈവത്തിനോടൊപ്പം നടക്കണമെങ്കിൽ, ദൈവത്തിനെ ആരാധിക്കണമെങ്കിൽ, അവൻ ദൈവത്തിനെ സേവിക്കണമെങ്കിൽ, this spirit which is dead within man should be revived. It should be quickened. മനുഷ്യന്റെ ഉള്ളിൽ മരിച്ചതായിട്ടുള്ള അവന്റെ ആത്മാവ് അത് പുനർജനിക്കേണ്ടത് ആവശ്യമാണ്. Hallelujah. Hallelujah. Therefore, man can only worship God through his spirit, not through his flesh. മനുഷ്യൻ ദൈവത്തിനെ ആരാധിക്കുന്നത് അവന്റെ ആത്മാവിലാണ്. അതിൽ മാത്രമേ സാധിക്കത്തുള്ളൂ, ശരീരത്തിൽ. Jesus said യേശു in പറഞ്ഞു, John chapter 4 and verse 24, യോഹന്നാൻ 4:24, God is a spirit. ദൈവം ആത്മാവാകുന്നു, You are also a spirit. നിങ്ങളും ആത്മാവാകുന്നു. Those who worship the Lord must worship the Lord in spirit and in truth. ദൈവത്തിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തിനെ ആരാധിക്കണം. Hallelujah. ഹല്ലേലൂയ. எப்படி தொழுது கொள்ள வேண்டும்? കർത്താവിനെ എങ്ങനെ സേവിക്കണം? How you can walk with God? എങ്ങനെയാണ് ദൈവത്തോട് നടക്കുന്നത്? How can you have connection with God?
എങ്ങനെയാണ് ദൈവത്തിനോട് ഐക്യപ്പെടുന്നത്? God is a spirit being, ദൈവം ആത്മാവാണ്. and your spirit should be connected with God's spirit. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് ഐക്യപ്പെടണം. Hallelujah. Hallelujah. Unless that connection takes place within, you cannot walk with. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിനോട് ഐക്യപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് നടക്കാൻ സാധിക്കില്ല. Romans chapter 8 and verse 8 says, റോമർ 8:8 ഇങ്ങനെ പറയുന്നു, those who are in the flesh cannot please God. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. 1 Corinthians 15 and verse 50 says, 1 കൊരിന്ത്യർ 15:50 flesh and blood cannot inherit God. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. Not through your flesh you are connected with God, നിങ്ങളുടെ മാംസത്തിലല്ല നിങ്ങൾ കർത്താവിനോട് ഐക്യപ്പെടുന്നത്, but in your spirit. Your spirit is connected with God's spirit. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് ഐക്യപ്പെടണം. Deep is connected with the deep. നിങ്ങളുടെ ആഴ്ത്തത്വം ദൈവത്തിന്റെ ആഴ്ത്തത്വത്തോട് ചേരണം. Hallelujah. Hallelujah. That is why this spirit has to be revived. അതുകൊണ്ടാണ് നിങ്ങളുടെ ആത്മാവ് പുനർജനിക്കേണ്ടത്. Jesus said, യേശു പറഞ്ഞു, you have to be born of the spirit. നിങ്ങൾ ആത്മാവിൽ ജനിക്കണമെന്ന്. The Holy Spirit should come into you and revive the spirit that is as dead towards God. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളുടെ ഉള്ളിൽ മരിച്ച് നിങ്ങളുടെ ആത്മാവിനെ ജനിപ്പിക്കണം. Hallelujah. Hallelujah. It is there you are connected with God. അപ്പോഴാണ് ദൈവത്തോട് ഐക്യപ്പെടുന്നത്. But how to be born again? How can we be born of the spirit? പക്ഷെ എങ്ങനെയാണ് ഈ ആത്മാവിൽ ജനിക്കേണ്ടത്? Whether you are a born Jew, whether you are a born Christian, whether you are a born Gentile. നിങ്ങൾ ജൂതനായി ജനിച്ചാലും നിങ്ങൾ ഗ്രേക്കനായി ജനിച്ചാലും മറ്റുള്ള ജാതികളായി ജനിച്ചാലും, When a person comes before Lord Jesus Christ and makes the Lord Jesus as his personal Lord and Savior, യേശുക്രിസ്തുവിന്റെ മുൻപിൽ വന്ന് യേശുക്രിസ്തുവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, how does he accept Jesus Christ as the Lord and Savior? കർത്താവായ യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് സ്വന്തം രക്ഷിതാവായി അവൻ സ്വീകരിക്കുന്നത്? Romans chapter 10 and verse 9 says, റോമർ 10:9 പറയുന്നു, man believes in his heart that Jesus Christ is the Lord, he is risen from the dead, and when he confesses Jesus as the Lord with his mouth, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് തിരുവചനം പറയുന്നു. he is saved. അവൻ രക്ഷിക്കപ്പെടും. Hallelujah. Hallelujah. He is born again. അവൻ വീണ്ടും The ജനിച്ചിരിക്കുന്നു. moment a man surrenders his life to Jesus Christ, ഒരു വ്യക്തി അവന്റെ ജീവിതത്തെ യേശുക്രിസ്തുവിൽ സമർപ്പിക്കുമ്പോൾ, the same Holy Spirit who raised Jesus Christ from the dead, യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പരിശുദ്ധ ആത്മാവ്, there's a deep work in that person's life. ആ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നു. He quickens the spirit that is dead towards God. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ മരിച്ചിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിനെ അവൻ പുനർജനിപ്പിക്കുന്നു. Hallelujah. Hallelujah. 2 Corinthians chapter 5 verse 17 says, 2 കൊരിന്ത്യർ 5:17 he പറയുന്നു, becomes a new creation. അവൻ പുതിയ സൃഷ്ടിയാകുന്നു. That you become a new creation. എപ്പോഴാണ് നിങ്ങൾ പുതിയ സൃഷ്ടി ആകുന്നത്? Not in the flesh. നിങ്ങളുടെ മാംസത്തിലല്ല. If I have no hair before I was born again, I'll be having no hair even after I'm born again. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന്റെ മുമ്പും എന്റെ തലയിൽ മുടിയില്ലായിരുന്നു, ഇപ്പോഴും എന്റെ തലയിൽ മുടി അത്ര ഇല്ല. Where you are born again, where are your new creation? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജനിക്കുന്നത്, പുതിയ സൃഷ്ടിയാകുന്നത്? In your spirit. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ പുതിയ സൃഷ്ടി. Hallelujah. Hallelujah. At the time the Holy Spirit does one thing. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധ ആത്മാവ് ഇങ്ങനെ ക്രിയ ചെയ്യുന്നു. The Holy Spirit comes to your spirit and he begins to communicate with your spirit. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ആത്മാവിനോട് അവൻ സംസാരിക്കുന്നു. Hallelujah. Hallelujah. What does he say to you? നിങ്ങളോട് എന്താണ് അവൻ പറയുന്നത്? Oh, you have become the child of God. നീ ഇപ്പോ ദൈവത്തിന്റെ പൈതലാണ്. Hallelujah. Hallelujah. Romans chapter 8 and verse 16 says, റോമർ 8:16 പറയുന്നു, the Spirit himself bears witness with our spirit that we are the children of God. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവോടും കൂടെ സാക്ഷ്യം പറയുന്നു. Shall we read it one more time? വീണ്ടും നമുക്ക് വായിക്കാം. The Spirit himself നാം ദൈവത്തിന്റെ മക്കൾ എന്ന് bears witness with our spirit that we are the children of God. ആത്മാവുദാനം നമ്മുടെ ആത്മാവോടും കൂടെ സാക്ഷ്യം പറയുന്നു. தேவனுடைய ஆவியானவர் நம்முடைய ஆவி. இப்ப ரெண்டு ஆவி இருக்கா? രണ്ടാത്മാവുണ്ട്. இந்த ஆவியோட வந்து ஒன்னு சொல்லுது. என்ன சொல்லுதுன்னா, நீ தேவனுடைய பிள்ளையாய் மாறி விட்டாய். Hallelujah. Hallelujah. So through the Holy Spirit we are revived in the spirit. Through the spirit we worship the Lord. പരിശുദ്ധ ആത്മാവിനാൽ നമ്മുടെ ആത്മാവ് പുനർജനിക്കപ്പെടുന്നു. ആത്മാവിൽ നാം കർത്താവിനെ സേവിക്കുന്നു. The Holy Spirit testifies about Jesus Christ.
പരിശുദ്ധ ആത്മാവാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് സാക്ഷി പകരുന്നത്. The Holy Spirit searches the deep things of God according to 1 Corinthians chapter 2 and verse 10, and he reveals it to our spirit. കർത്താവിന്റെ ആഴമായ സത്യങ്ങൾ പരിശുദ്ധ ആത്മാവാണ് നമുക്ക് പഠിപ്പിക്കുന്നതെന്ന് 1 കൊരിന്ത്യർ 2:10 ഇങ്ങനെ പറയുന്നു. Not only that, അത് മാത്രമല്ല 1 Corinthians chapter 6 and verse 17, 1 കൊരിന്ത്യർ 6:17 he who is joined with the Lord is one spirit with him. കർത്താവിനോട് പറ്റിച്ചേർന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. Hallelujah. Hallelujah. உங்க ஆவியும் தேவனுடைய ஆவியும் ஒரே ஆவியாய் மாறி விடுகிறது. Hallelujah. ഹല്ലേലൂയ. When the man who is joined with the Lord is one spirit with him. ദൈവത്തിനോട് ഐക്യപ്പെടുന്ന മനുഷ്യൻ ദൈവത്തിനോട് ഏക ആത്മാവാകുന്നു. So whatever God feels, you will feel it here. ദൈവം എന്തൊക്കെ ഉണരുന്നുണ്ടോ അതൊക്കെ നിങ്ങളും ഉണരും. God's heartbeat will be your heartbeat. ദൈവത്തിന്റെ ഹൃദയമിടിപ്പ് നിങ്ങളുടെ ഹൃദയമിടിപ്പാകും. His desires will be your heart desire. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമാകും. If his heart is grieved, your heart is grieved. അവന്റെ ഹൃദയം ദുഃഖിച്ചാൽ നിങ്ങളുടെ ഹൃദയം ദുഃഖിക്കും. You are joined with the Lord, you have become one spirit with him. നിങ്ങൾ ദൈവത്തിനോട് ചേർക്കപ്പെടുന്നു, അവനോട് ഒരു ആത്മാവാകുന്നു. And for that, this spirit has to be born again, it has to be quickened. അതിന് മരിച്ചുപോയ നിങ്ങളുടെ ആത്മാവ് പരിശുദ്ധ ആത്മാവിനാൽ പുനർജനിക്കപ്പെടും. Jesus looked at Nicodemus and said, യേശു നിക്കോദേമോസോട് ഇങ്ങനെ പറഞ്ഞു, you have to be born of the spirit, നീ ആത്മാവിൽ ജനിക്കണം. not according to the flesh, born in the spirit. മാംസത്തിൽ അല്ല, നീ ആത്മാവിൽ ജനിക്കണം. When this connection takes place, ഈ ഐക്യം നമ്മിൽ വരുമ്പോൾ you are beginning to walk in the spirit. നാം കർത്താവിൽ നടക്കുവാൻ തുടങ്ങുന്നു. Not you're feeling anything in your flesh or anything. നിങ്ങളുടെ മാംസത്തെ നിങ്ങൾ ഉണരത്തില്ല. Deep within the Holy Spirit gives you a revelation. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പാടുകൾ കൊടുക്കും. Holy Spirit began to testify to your spirit. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ആത്മാവോട് സാക്ഷി പകരും. My son, you spend more time with me. എന്റെ പൈതലേ, നീ എന്നോടൊപ്പം സമയം ചെലവാക്കി. Gives his burden to you. അവന്റെ ഭാരം അവൻ നിങ്ങൾക്ക് കൊടുക്കുന്നു. He puts a spirit of intercession in you. മധ്യസ്ഥന്റെ ആത്മാവ് നിങ്ങൾക്ക് കൊടുക്കും. From your spirit you groan and you cry. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ വളർന്ന് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കും. Hallelujah. Hallelujah. You're beginning to walk with God. നിങ്ങൾ കർത്താവിനോട് നടക്കുവാൻ The തുടങ്ങും. first criteria is born of the spirit. മുതലാമതായി ആവശ്യം നിങ്ങൾ ആത്മാവിൽ ജനിക്കണം. Secondly, രണ്ടാമതായി you yield to that spirit. നിങ്ങൾ ആത്മാവിന്റെ ഫലം കൊടുക്കണം. Galatians chapter 5 and verse 17 says, ഗലാത്യർ 5:17 for the flesh lies lust against the spirit, and the spirit against the flesh. These are contrary to one another, so that you do not do the things that you wish. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ എന്ന് തിരുവചനം പറയുന്നു. Hallelujah. Hallelujah. Galatians chapter 5 verse 19 to verse 21 if you read. ഗലാത്യർ 5:19 മുതൽ 21 വചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ The flesh has its own set of desires. ജഡത്തിന് അതിൻ്റെതായ ഇഷ്ടങ്ങൾ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. Galatians 5 verse 22 to verse 26. ഗലാത്യർ 5:22 മുതൽ 26 വരെ വായിക്കുമ്പോൾ Spirit of man which is renewed spirit, which is born again spirit, it has its own desires. പുനർജനിക്കപ്പെട്ട ആത്മാവിന്റെ ഇഷ്ടങ്ങൾ ഫലങ്ങൾ നമ്മൾ കാണുന്നു. So your flesh has its own desire, your spirit which is born again has its own desire. The Bible says one is fighting against another. അതുകൊണ്ട് നിങ്ങളുടെ ജഡത്തിന് അതിൻ്റെതായ ഇഷ്ടങ്ങൾ ഉണ്ട്, നിങ്ങളുടെ ആത്മാവിന് അതിൻ്റെതായ ഇഷ്ടങ്ങൾ ഉണ്ട്. തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ജഡവും നിങ്ങളുടെ ആത്മാവും വിരോധമായി ഇരിക്കുന്നു എന്ന് തിരുവചനം ഇവിടെ പറയുന്നു. ஆவி மாம்சத்துக்கு விரோதமாய், மாம்சம் ஆவிக்கு விரோதமாய் ஒன்றுக்கு விரோதம் போராடுறதுனால நீங்க என்ன செய்யணும்னு நினைக்கிறீங்க செய்ய மாட்டேன்றீங்க. Hallelujah. Hallelujah. So that you do not do the things that you wish. അതുകൊണ്ടാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നത്. Hallelujah. Hallelujah. ജപിക്കണം, ரொம்ப நெருங்கின ആണ്ടവട്ടെ you desire, ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവത്തിനോട് അടുക്കണം എന്ന് ഇഷ്ടപ്പെടുമ്പോൾ unable to do it because the flesh is having its own desire. നിങ്ങളെ കൊണ്ട് അത് സാധിക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ ജഡം ക്രിയ ചെയ്യുന്നത് കൊണ്ടാണ്. This flesh is telling, നിങ്ങളുടെ ജഡം പറയുന്നു, relax பண்ணுங்க, இன்னைக்கு சினிமா பாரு ஒண்ணு கெட்டு போயிட. പ്രാർത്ഥിക്കേണ്ട, സിനിമ കണ്ടാ മതി, ഒരു ஒரு കുഴപ്പമില്ല. நாள் ரிலாக்ஸ் பண்ணுப்பா, நீ ரொம்ப பெரிய பரிசுத்தவானெல்லாம் ஒண்ணும் இல்ல. What will say? The flesh will say. ഒരു ദിവസം നിനക്ക് റിലാക്സ്, இதெல்லாம் ஒண்ணும் தப்பில்ல. It will say like that. ഇതൊന്നും വലിയ തെറ്റൊന്നും So ഇല്ല. it will have its own desire. It wants to go in its own way.
ആ ജഡത്തിന് അതിൻ്റെതായ ഇഷ്ടങ്ങളും പ്രവർത്തികളും ഉണ്ട്. But the spirit that is born again within you, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പുനർജനിക്കപ്പെട്ട அதுக்கு ആത്മാവ് ஒரு தனி விருப்பம் இருக்கு. അതിനൊരു It says ഇഷ്ടമുണ്ട്. இன்னொன்னு இருக்குன்னு ஆண்டவரே, more I should come to close. അത് ദൈവത്തിനോട് ഇനിയും കൂടുതലായി നിങ്ങളെ അടുപ്പിക്കുന്നതാണ്. Here the Bible says, ഇവിടെ തിരുവചനം you പറയുന്നു, walk according to the spirit. നിങ്ങൾ ആത്മാവിൽ നടക്കണമെന്ന്. Hallelujah. Hallelujah. Not according to the desires of the flesh, നിങ്ങളുടെ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം അല്ല, according to the desires of the உங்களுடைய spirit. നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടപ്രകാരം. Hallelujah. Hallelujah. When you begin to walk according to the desires of your spirit, നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ it is there you begin to walk in the spirit. അപ്പോഴാണ് നിങ്ങൾ ആത്മാവിൽ നടക്കുന്നത്. Because this spirit is connected with God, as we already saw, it is united with God. കാരണം ഈ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി ചേർന്നുള്ളതാണ്, ഐക്യത്തിലുള്ളതാണ്, ஒன்றாய் இசைந்திருக்கிறது. ഏകമായി നിൽക്കുന്നു. So you do according to the desires of your spirit. നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുമ്പോൾ You are walking in the spirit. നിങ്ങൾ ആത്മാവിൽ നടക്കുന്നു. You will walk with God. നിങ്ങൾ ദൈവത്തിനോടൊപ്പം നടക്കും. Hallelujah. Hallelujah. Romans 8 and verse 14 says, റോമർ 8:14 for as many as are led by the spirit, these are the sons of God. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. Hallelujah. Hallelujah. Do you want to be the son and daughter of God? നിങ്ങളെ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കണമോ? Do you want to hear the voice of God? നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു? Do you want to walk in the spirit, in the spiritual realm? നിങ്ങൾ ആത്മീകമായ രീതിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നു? Like Enoch, like Moses, like Abraham, do you want to walk with God? ഹേനോക്കിനെ പോലെ, മോശയെ പോലെ, അബ്രഹാമിനെ പോലെ ദൈവത്തോട് നടക്കണമോ? Hallelujah. Hallelujah. Walk in the spirit. നിങ്ങൾ ആത്മാവിൽ You നടക്കണം. will not fulfill the lust of your flesh. നിങ്ങളുടെ ജഡത്തിന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യരുത്. Hallelujah. Hallelujah. ഇച്ഛകളെ നിറവേற்ற മാട്ടീர்கள். ജഡത്തിന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യത്തില്ല. When you walk according to the spirit, നിങ്ങൾ ആത്മാവിൽ നടക്കുമ്പോൾ Lord said, ദൈവം പറയുന്നു, I will dwell in them. ഞാൻ അവരിൽ വസിക്കും. I will walk with them. ഞാൻ അവരോട് നടക്കുമെന്ന്. I will be their God. ഞാൻ അവരുടെ ദൈവമാകും. They shall be my people. അവർ എന്റെ ജനങ്ങളാകും. Hallelujah. Hallelujah. We are called to walk a deep life. ദൈവത്തിനോട് ആഴമേറിയ ഒരു മാർഗത്തിൽ നടക്കുവാനാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. And it is possible in your life. അത് നിങ്ങളുടെ ജീവിതത്തിലും സാധ്യമുള്ള Shall we കാര്യമാണ്. all rise up to our feet? നമ്മളെല്ലാവരും എഴുന്നേൽക്കാം.